സൂത്രവാക്യം യൂഗിൻ ജോസ് തിറമ്മേൽ, ക്ഷമിക്കണം പേര് പ്രൊണൗൺസ് ചെയ്തത് തെറ്റായിട്ടാണെങ്കിൽ, വായിച്ചപ്പോൾ എനിക്ക് അങ്ങനെയാണ് മനസ്സിലായത്. അദ്ദേഹമാണ് ഈ സിനിമ എഴുതി സംവിധാനം ചെയ്തിട്ടുള്ളത്. ഈ സിനിമ എങ്ങനെയാണ് നാലാൾ അറിഞ്ഞതെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ആ ഒരു വിവാദത്തിലൂടെയാണ്. ഷൈൻ ടോമും വിൻസിയുമാണ് ഈ സിനിമയിലെ പ്രധാന കഥാപാത്രങ്ങളെന്നാണെന്ന് നമ്മൾ അറിഞ്ഞത്. ക്ഷമിക്കണം, ഷൈൻ ടോമും വിൻസിയും അല്ല, വിൻസിയും ഷൈൻ ടോമും. ഈ സിനിമയിലെ ഫസ്റ്റ് പേരെഴുതി കാണിക്കുന്നത് വരെ വിൻസി അലോഷ്യസ്, അതിനുശേഷമാണ് ഷൈൻ ടോം ചാക്കോ. പോസ്റ്ററിലായാലും ആ വിവാദത്തിന് ശേഷമുള്ള പോസ്റ്ററിലൊക്കെ വിൻസിയാണ് സെൻട്രൽ. ആ ഒരു പരിപാടിയായിരുന്നു. അപ്പം വിൻസി ഒരു ഫീമെയിൽ സെൻട്രിക് അല്ലെങ്കിൽ പോലും ട്രെയിലർ കണ്ടാൽ നമുക്ക് മനസ്സിലാക്കും ഇതൊരു ഫീമെയിൽ സെൻട്രിക് പരിപാടിയല്ല. ഇവർക്ക് രണ്ടുപേർക്കും ഈക്വലി ഇമ്പോർട്ടൻസ് ഉള്ളൊരു സബ്ജക്റ്റ് ആയിരിക്കും എന്നാണ് വിചാരിച്ചത്. ഈ സിനിമയുടെ ഒരു ഇവർ ട്രെയിലറിലൊക്കെ കാണിക്കുന്ന ഒരു പരിപാടിയാണ് ആദ്യത്തെ ഒരു അരമണിക്കൂറിൽ. പോലീസ് സ്റ്റേഷനിൽ പോലീസുകാർ അവർക്ക് ഒഴിവ് സമയം കിട്ടുമ്പോൾ ട്യൂഷൻ നടത്തുന്നു കുട്ടികൾക്ക്. അപ്പം കുട്ടികൾ അതുകൊണ്ട് തന്നെ ക്ലാസ്സിൽ വരത്തില്ല. അപ്പം വിൻസി ആ ഒരു പരാതി ബോധ്യപ്പെടുത്താൻ സ്റ്റേഷനിൽ ചെല്ലുന്നിടത്താണ് സിനിമ തുടങ്ങുന്നത്. ടീച്ചറിൻ്റേതായിട്ടുള്ള ഒരു പ്രകടനവും വിൻസിയുടെ സൈഡിൽ നിന്ന് ഫസ്റ്റത്തെ ഈ ഒരു സീനിൽ നമുക്ക് കാണാൻ പറ്റത്തില്ല. പോലീസ് സ്റ്റേഷനിൽ നായികനിൽ നിന്ന് നേരെ ചെല്ലുന്ന അല്ലെങ്കിൽ സൗദി വെള്ളക്കേല ക്യാരക്ടറിൽ നിന്ന് നേരെ ഇറങ്ങിച്ചെന്ന ഒരു ക്യാരക്ടറായിട്ടാണ് വിൻസിയെ നമുക്കിതിൽ തോന്നുന്നത്. ആ ഒരു സീനിൽ അത് കഴിഞ്ഞിട്ട് പറയാം. ആ ഒരു സീനിൽ എങ്ങനെയാണ് തോന്നുന്നത്, ഭയങ്കര ഓവർ ആക്ടിങ്, സ്ഥിരം മറ്റേ ഓവർ ആക്ടിങ് പരിപാടി. അത് ചില സിനിമകളിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഈ സിനിമയിൽ ആ ക്യാരക്ടറിന് അത് ആപ്റ്റല്ല. ഷൈൻ ടോം കുഴപ്പമില്ല, ഡീസൻ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. കൂടുതലായിട്ട് ഗംഭീരം എന്ന് പറയാനില്ല. പക്ഷേ മറ്റേ പഴയ പരിപാടി കാണിച്ച് ഡയലോഗ് മനസ്സിലാക്കാത്ത പോലെ വെറുപ്പിച്ചിട്ടില്ല. അപ്പോൾ അത് ഓക്കെയാണ്. പക്ഷേ ആ ഒരു കൺസെപ്റ്റ് തന്നെ ബ്ലണ്ടറാണ്. അങ്ങനെയൊക്കെ നടന്നാൽ നല്ലത്, പക്ഷേ അങ്ങനെ നടക്കത്തില്ല. പിന്നെ ഇവരത് നമ്മൾ എത്ര നടക്കാത്ത കാര്യം എടുത്തു വെക്കുന്നതിലൊരു കാര്യമുണ്ടല്ലോ. ഇവരത് ഭയങ്കര ഫൂളിഷ്നെസ് ആയിട്ടാണ് എടുത്തു വെച്ചിരിക്കുന്നത്. ഈ പോലീസുകാർ ഓവർ ആക്ടിങ്, പിള്ളേർ എല്ലാ പിള്ളേരും ഓവർ ആക്ടിങ്. നമുക്ക് സുപരിചിതമായിട്ടുള്ള മോഹം മറ്റേ ഭരതനാട്യത്തിലെ 2 ഇരട്ടകളായിട്ടുള്ളവരുണ്ട്. പിന്നെ ജാസിർ മറ്റേ റീലൊക്കെ ചെയ്യുന്ന ഇവരുൾപ്പെടെ എല്ലാവരും ഓവർ ആക്ടിങ്. ഇത് ഏത് യൂണിവേഴ്സിലെ നടക്കുന്ന കഥയാണെന്നാണ് നമ്മൾ ആലോചിക്കുന്നത്. പിന്നെ ഫസ്റ്റ് ഹാഫ് ഓൾമോസ്റ്റ് ഒരു 50% അങ്ങനെ. പിന്നെ ഒരു ഫസ്റ്റ് ഹാഫിൻ്റെ ബാക്കി ദീപക് പറമ്പോലിൻ്റെ ക്യാരക്ടർ, പുള്ളി അറിയാലോ നല്ല ആക്ടറാണ്, ഡീസൻ്റായിട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതിൽ കാര്യമായിട്ട് പുള്ളിയുടേതായ കഴിവ് പ്രകടിപ്പിക്കാൻ മാത്രമൊന്നുമില്ല. പുള്ളിയുടെ ടോക്സിസിറ്റി, പുള്ളിക്ക് അനിയത്തിയോട് ദേഷ്യമാണ്. അപ്പോൾ അവരുടെ വീട്ടിലെ ഇവരുടെ അമ്മയും ഈ ദീപക്കിൻ്റെ അമ്മയും അച്ഛനും തമ്മിലുള്ള കുറേ ഓവർ ഡ്രാമാറ്റിക് സാധനങ്ങൾ. അങ്ങനെ ഇൻ്റർവെല്ലിന് ശേഷമാണ് പിന്നെയും എവിടെയോ ഒരു ജീവൻ വെച്ച പോലെ സിനിമയ്ക്ക് തോന്നിയത്. കാരണം ഒരു ക്രൈം പരിപാടി വരുന്നുണ്ട്, പക്ഷേ പിന്നെയും ഒരു 10-15 മിനിറ്റ് ശേഷം പഴയ പരിപാടിയായി. ഇതിന് ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ചാൽ എഴുത്ത് തന്നെയാണ്. ഞാൻ ആദ്യത്തെ ഈ വിശ്വസനീയത ഇല്ലാത്ത കാര്യങ്ങളും സെക്കൻഡ് ഹാഫിലോട്ട് വരുമ്പം ഒരു കണക്ഷൻ ഇല്ലാതെ ആൾക്കാരെ ത്രില്ലടിപ്പിക്കാൻ വേണ്ടിയിട്ടാണോ അതോ തല പുകച്ച് ആലോചിക്കാൻ വയ്യാത്തതുകൊണ്ടാണോ എന്നറിയത്തില്ല. പുതിയ കാര്യങ്ങൾ ഇവർ എക്സ്ട്രാ ഇട്ടുകൊണ്ടിരിക്കുക. ഒരു കേസന്വേഷണത്തിൽ 1, 2, 3 പോയിന്റ് വരാം മെയിനായിട്ട്. ആ പോയിന്റ് ചുറ്റിപ്പറ്റി വേണ്ട ഇത് ഫുള്ള് പറയാൻ. ഇതിൽ ഒരു ബന്ധമില്ലാത്ത കുറേ കാര്യങ്ങളും എന്നൊക്കെ കാണിച്ചിട്ട് അതിൻ്റെ അവസാന സിനിമ കഴിയുമ്പോൾ ഈ 3/4 മണിക്കൂർ ഇവന്മാർ എസ്റ്റാബ്ലിഷ് ചെയ്ത ഇതിൻ്റെ മെയിൻ കണ്ടൻറ്റായിട്ട് പറഞ്ഞ് പോലീസ് സ്റ്റേഷൻ്റെ പുറത്ത് ട്യൂഷൻ ക്ലാസ് ഉള്ള, അല്ലെ പോലീസുകാർ ട്യൂഷൻ പഠിപ്പിക്കുന്ന പരിപാടിക്ക് ഒരു ബന്ധമില്ലാത്ത പോലെ ആണ് പിന്നെ സിനിമ പോകുന്നത്. പിന്നെ അതൊന്നുകൂടി ഊട്ടി ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് ലാസ്റ്റ് ഒരു ടൈലൻഡ് സീനും ഉണ്ട്. ഇതാണല്ലോ സംഭവം. അപ്പോൾ ഈ ലാസ്റ്റ് ഇങ്ങനെ തന്നെ വേണമല്ലോ സിനിമ തീരാൻ. എന്നിട്ട് മറ്റേ പോലീസ് സ്റ്റേഷൻ്റെ പൊക്കത്ത് ട്യൂഷൻ നടത്തിയത് പോരാഞ്ഞിട്ട് ഈ പോലീസുകാർ മറ്റേ ജൂനിയൽ ഹോമിൽ പോയി ട്യൂഷൻ നടത്തുന്ന അവസ്ഥ വരുവാണ്. അപ്പം ഞാൻ പറയാം, ഇതിങ്ങനെ അതൊരു കേൾക്കുമ്പോഴത്തേക്കത് പോലീസുകാർക്ക് എന്താ നടത്തിക്കൂടെന്ന് തോന്നാം. പക്ഷേ അത് എടുത്തു വെക്കുന്നതിലൊരു വിശ്വസനീയത വേണ്ടേ. ഇത് പക്ക വേറെ ഏതൊരു യൂണിവേഴ്സിൽ നടക്കുന്ന ഒരു സെറ്റപ്പായിട്ടാണ്. പിന്നെ ഞാൻ പറഞ്ഞ വിൻസിയെ പറ്റി പറയുകയാണെങ്കിൽ ആദ്യത്തെ സീനിൽ അങ്ങനെ കൊണ്ട് കളഞ്ഞു. പിന്നെ പുള്ളിക്കാരി ഒരു ടീച്ചറിൻ്റെ ഇത് തന്നെയാണ് ആ ഒരു ഭാവത്തിൽ തന്നെ ചെയ്തിട്ടുണ്ട്. പക്ഷേ അതിലെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇവരാദ്യം വന്ന് പരാതി പറയുന്നത് ഈ പിള്ളേർക്കൊന്നും ഇവരെ ഇഷ്ടമില്ലാത്തതുകൊണ്ടായിരിക്കും ഇവരുടെ ക്ലാസ്സിൽ കയറാത്തത്. പക്ഷേ എന്ത് പ്രശ്നം ഉണ്ടായാലും ഇവരുടെ സ്കൂള് അതിൻ്റെ മുതലാളിയും ഫുൾ ടീച്ചർ എല്ലാ സബ്ജക്റ്റും പഠിപ്പിക്കുന്ന ഒറ്റ ടീച്ചറുള്ളതെന്നാണ് എനിക്ക് തോന്നുന്നത്, വിൻസി. കാരണം എല്ലാ പിള്ളേരും വിൻസിയുടെ അടുത്തോട്ടേ പോകത്തുള്ളൂ. ഇവർക്ക് വിൻസി അത്ര ഇഷ്ടമാണെങ്കിൽ എന്തിനാണ് മറ്റേ ഷൈൻ ടോമിൻ്റെ അടുത്ത് ട്യൂഷന് പോകുന്നത് പോട്ടെ, ക്ലാസ്സിൽ കയറാതെ പോകുമെന്ന് പറഞ്ഞു. അങ്ങനെ എന്തിന് ചെയ്യണം? അപ്പോൾ അതൊക്കെ തന്നെയാണ് ഈ എഴുത്തിലെ പ്രശ്നങ്ങളും. അപ്പം പിന്നെ അങ്ങോട്ട് വിൻസി നല്ല കെയറിങ് ആയിട്ടുള്ള ടീച്ചറാവുന്നുണ്ട്. പക്ഷേ ഇതിലെ പ്രശ്നം എന്ന് വെച്ചാൽ പുള്ളിക്കാരിക്ക് ഇതിൽ റോളില്ല, ഒട്ടും റോളില്ല. ഒരു കാര്യമില്ലാത്ത മറ്റേ ബൊമ്മ ക്യാരക്ടറാണ് വിൻസി, ഡമ്മി. ഒരു കാര്യമില്ല. ഈ ആദ്യം ഒരു പരാതി പറയാൻ വരുന്നതും പിന്നെ ഈ പിള്ളേരിങ്ങനെ കരഞ്ഞുകൊണ്ട് വീട്ടിൽ വരുമ്പോഴത്തേക്ക് അവരെ സമാധാനിപ്പിക്കാനും ഷൈൻ ടോമിനെ ഫോൺ വിളിക്കാനും മാത്രമാണ് വിൻസിക്ക് ഈ കഥയിലോ ഒരു പരിപാടിയിലൊന്നും ചെയ്യാനില്ല. ഈ വിൻസിയെ മെയിനായിട്ട് പോസ്റ്റർ കാണിച്ചതും വിവാദത്തിന് ശേഷമാണ്. പക്ഷേ എങ്കിൽ പോലും ഞാൻ വിചാരിച്ചു വിൻസിക്ക് എന്തെങ്കിലും പ്രധാനമായിട്ട് കാണും, ഇതിലെ മറ്റേ കേസിലെ ഒരു സുപ്രധാന എന്തെങ്കിലും കാര്യമൊക്കെ പുള്ളിക്കാരിയിലൂടെ ആയിരിക്കും എന്ന് വിചാരിച്ചു. പക്ഷേ ഒരു തേങ്ങയില്ല. പുള്ളിക്കാരിയോട് ഒരു കാര്യമില്ലാത്ത വേഷമാണ്. ഷൈൻ ടോം ഞാൻ പറഞ്ഞില്ലേ, ഒന്നും ചെയ്യാനില്ലെങ്കിൽ പോലും പുള്ളിക്ക് സ്ക്രീൻ സ്പേസ് ഉണ്ട്, ത്രൂ ഔട്ട് പുള്ളിയുണ്ട്. വിൻസി ആണെങ്കിൽ 2.5 മണിക്കൂർ പടത്തിൽ 2.5 മണിക്കൂറിലെ 2 മണിക്കൂർ
ഇവരുടെ മറ്റേ സെൻസർ സർട്ടിഫിക്കറ്റിലൊക്കെ 2:24 പക്ഷെ പടം 1:55 2-ൻ്റെ ഉള്ളൂ. വിൻസി ആകെപ്പാടെ ഒരു അരമണിക്കൂറേ ഉള്ളൂ. എന്നിട്ട് ഈ വിവാദം ഉണ്ടായപ്പോഴത്തേക്ക് സ്ത്രീകളെ ഉയർത്താൻ വേണ്ടി എന്തിന് വിൻസിയുടെ പേര് ഫസ്റ്റ് വെച്ചെന്ന് അറിയത്തില്ല. എത്ര വലിയ വിവാദമാണെങ്കിലും നമ്മളൊരു സബ്ജക്റ്റിനെ ബേസ് ചെയ്തിട്ടാണെങ്കിൽ അതിലെ പ്രാധാന്യത്തെ വെച്ചിട്ട് വേണം പേരെഴുതാൻ. അപ്പം അതൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ്, ആരെ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ടാണെന്നൊക്കെ തോന്നിപ്പോയി. അതൊക്കെ വേറെ മാറ്ററാണ്. അപ്പോൾ ഈ സിനിമയെപ്പറ്റി പറയുകയാണെങ്കിൽ ഒരു ബോറൻ സിനിമ. സെക്കൻഡ് ഹാഫ് തുടങ്ങി ഒരു 10 മിനിറ്റ് ഒരു പ്രതീക്ഷ ഒന്നുമല്ലാതെ പിന്നെ ആ ഒരു കേസ് അന്വേഷണത്തിലോട്ട് ഇറങ്ങിയപ്പോൾ ഒരു ട്രാക്കായി. പക്ഷേ 10 മിനിറ്റിൽ തന്നെ ട്രാക്കും പോയി, എല്ലാം പോയി. അപ്പോൾ ആകെ നിരാശ സമ്മാനിച്ച സിനിമയാണ്. OTT വന്നാൽ പോലും സ്കിപ്പ് ചെയ്യാൻ പാകത്തിനുള്ള സിനിമയാണ് സൂത്രവാക്യം. അപ്പോൾ ഈ സിനിമയ്ക്ക് എൻ്റെ റേറ്റിംഗ് 1/5 ആണ്.